A+2 സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ അയൽക്കാരൻ വലിയ തലവേദനകൾ സൃഷ്ടിച്ച് തരാറുണ്ട്. അതിൻ്റെ പ്രശ്നത്തിൽ മേൽ നിരവധി ആളുകളാണ് ശരിക്കും സമാധാനത്തോടുകൂടി കുടുംബജീവിതം നയിക്കാൻ പറ്റാതെ പോകുന്നത്. നിരവധി കേസുകൾ പല കോടതികളിലും വരാറുണ്ട്. പല പ്ലാറ്റ്ഫോമുകളിലും, ദാറ്റ് മീൻസ് ഗവൺമെൻറ് അതോറിറ്റീസിന് നിരവധി പെറ്റീഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാറുമുണ്ട്. പല ഓഫീസുകളിലും, പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഓഫീസുകളിലും അയൽക്കാർ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഫയലുകൾ പലപ്പോഴും കുന്നുകൂടാറുണ്ട്. മുമ്പ് ഞാനൊരിക്കൽ ഈ മുനിസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു തൊട്ടടുത്ത വീട്ടുകാരൻ്റെ അടുക്കളയിൽ നിന്നുണ്ടാകുന്ന പുക സംബന്ധിച്ച് ഉണ്ടായ ഒരു തർക്ക വിഷയം, പരാതി സംബന്ധിച്ച് 2 വോളിയം വരെ ഫയൽ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ ഒരു മരമെന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ് അയൽപ്പക്കത്ത് നിന്നു അതിൻ്റെ തേങ്ങയും അതിൻ്റെ ഓലയുമൊക്കെ തൻ്റെ കോമ്പൗണ്ടിലേക്ക് വീഴുന്നു എന്ന് പരാതി കൊണ്ടുവന്ന ഒരു കക്ഷിയുടെ ആയി ബന്ധപ്പെട്ട ഫയലും ഇതുപോലെ 2-3 വോളിയമായി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും വാശിയും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വൈരാഗ്യവും കൂടിയാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പെറ്റീഷനുകളുടെ എണ്ണം കൂടും. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് തലങ്ങും വിലങ്ങും ഇതുമായി ബന്ധപ്പെട്ട് ഓടേണ്ടി വരും. ഇതൊരു സാധാരണ സംഭവമായി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു 15 കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതായത് ഒരു അയൽക്കാരനെതിരെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ പരാതി കൊടുക്കാം എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ആമുഖമായി പറയാം, ദയവ് ചെയ്ത് ഇത് കേട്ടതിന് ശേഷം നാളെ മുതൽ അയൽക്കാരന് എതിരായിട്ട് പരാതിയും കൊണ്ട് പോവരുത്. ഇങ്ങനെ വന്ന ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൈകാര്യം ചെയ്തിരുന്ന ഒരു വിഷയമാണ്. അത് വളരെ ദയനീയമാണ്. തൊട്ടടുത്ത ഒരു അയൽക്കാരൻ്റെ ഒരു കുഞ്ഞു വീട് പൊളിക്കുന്ന അവസ്ഥയിലേക്ക് തൊട്ടടുത്തുള്ള അയൽക്കാരൻ, അയാൾ അല്പസമ്പന്നനാണ്, അയാൾ പരാതികൾ അയച്ച് അയാൾ ശരിക്കും ട്രിബ്യൂണൽ വരെ പോയി അയാൾക്ക് അനുകൂല ഉത്തരവുണ്ടാക്കി ഒടുവിൽ ആ പാവത്തിൻ്റെ ഒരു ചെറിയ കുടിൽ പൊളിച്ചു കളയേണ്ട അവസ്ഥ ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. കഴിയുന്നിടത്തോളം അയൽക്കാരനാണ്, നമുക്കൊരു ആവശ്യമുണ്ടായാൽ ഓടി വരേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളിൽ പരസ്പരം പറഞ്ഞ് നമ്മൾ ഒത്തുതീർപ്പാക്കാൻ നോക്കുക. കടലാസിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ 15 കാര്യങ്ങൾ പറയുന്നത്. ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, നേരിട്ട് സംസാരിച്ചിട്ടും ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായിട്ട് പോവുക തന്നെ വേണം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൗണ്ടറി എൻക്രോച്ച്മെൻ്റ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിർത്തി തർക്കം എന്ന് പറയാം. അതിർത്തിയിൽ മതിൽ കെട്ടുന്നു, വേലി കെട്ടുന്നു, അല്ലെങ്കിൽ കെട്ടിടം ചേർത്ത് വെക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഈ ബൗണ്ടറി ഡിസ്പ്യൂട്ട്സിനകത്ത് എൻക്രോച്ച് ചെയ്യുന്നു, കയ്യേറുന്നു, നമ്മുടെ പറമ്പിലേക്ക് കയ്യേറി ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ മതിൽ കെട്ടിയാലും വേലി കെട്ടിയാലും കെട്ടിടം നിർമ്മിച്ചാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അത് പരാതി ആർക്ക് കൊടുക്കണം അതും കൂടി ഈ 15 കാര്യങ്ങളോട് ചേർത്ത് പറയാം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോക്കൽ ബോഡി സെക്രട്ടറിക്കാണ് കൊടുക്കാൻ. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതാണ് ലോക്കൽ ബോഡീസ്. അവിടെയുള്ള സെക്രട്ടറിക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. രണ്ടാമത്തത് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനാണ്. അനധികൃത നിർമ്മാണങ്ങൾ, അത് വീടായാലും മറ്റ് കെട്ടിടങ്ങളായാലും എന്തായാലും അനധികൃതമാണെങ്കിൽ വിത്ത് പെർമിറ്റ് ഓർ വിത്തൗട്ട് പെർമിറ്റ്. ഒന്ന് പെർമിറ്റ് ഉണ്ട്, പക്ഷേ പെർമിറ്റിൽ നിന്നും വയലേറ്റ് ചെയ്തുകൊണ്ട് കെട്ടാം. അങ്ങനെ കെട്ടിയാലും നിങ്ങൾക്ക് ഈ അനധികൃത നിർമ്മാണത്തിനെതിരെ പരാതി കൊടുക്കാം എന്നുള്ളതാണ്. രണ്ടാമത് വിത്ത് പെർമിറ്റ് ആണെങ്കിൽ അതിനെ ഞാൻ പറഞ്ഞു വയലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ചിലപ്പം ഈ പെർമിറ്റ് തന്നെ ചിലപ്പം ബിൽഡിംഗ് റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്തതാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഡിപ്പെൻസ് ആണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നോക്കേണ്ടി വരും. മറ്റൊന്ന് വിത്തൗട്ട് പെർമിറ്റിൽ, ലോക്കൽ ബോഡിയുടെ പെർമിറ്റ് ഇല്ലാതെ നിർമ്മാണങ്ങൾ നടത്തുകയാണെങ്കിലും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഇങ്ങനെ പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. എന്നാലും അനധികൃത നിർമ്മാണങ്ങളൊക്കെ നമുക്ക് പരാതി കൊടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എവിടെ കൊടുക്കണം? ലോക്കൽ ബോഡി തന്നെയാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സെക്രട്ടറിമാർക്ക് കൊടുക്കണം. മൂന്നാമത്തത് ഈ മഴവെള്ള പ്രശ്നം. മഴ വന്നാലാണ് ആ പ്രശ്നം വളരെ കൂടുതൽ ഉണ്ടാകുന്നത്. റൂഫ് വാട്ടറിൻ്റെ ഇഷ്യൂ, ഡ്രെയിനേജ് ഇഷ്യൂ, ഇതെല്ലാം മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ പെരുകി വരുമ്പോൾ അയൽപ്പക്കത്തേക്ക് വരും, നമ്മുടെ പറമ്പിലേക്ക് വരും. അത് ഒന്ന് ഒഴിവാക്കണമെന്ന് പലവട്ടം പറഞ്ഞാൽ കേൾക്കാതെ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും പരാതി കൊടുക്കാം. ഇതും നിങ്ങൾക്ക് ലോക്കൽ ബോഡിയിൽ കൊടുക്കാം, ജില്ലാ കളക്ടർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ RDOക്ക് നിങ്ങൾക്ക് ഇത് ഫയൽ ചെയ്യുകയും ചെയ്യാം.
ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാലിന്യം വലിച്ചെറിയുന്ന ഒരു പ്രശ്നമാണ്. അത് വീട്ടിലുള്ള മാലിന്യങ്ങൾ, അത് ജൈവമാലിന്യമായാലും ഖരമാലിന്യമായാലും, അതായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യമായാലും വലിച്ചെറിഞ്ഞാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അത് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിനുവേണ്ടി പരാതി കൊടുക്കാം എന്നുള്ളതാണ്. ശരിയായ പരാതി കൊടുക്കേണ്ടത് ലോക്കൽ ബോഡിയിൽ തന്നെയാണ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ്. അടുത്ത ഒന്ന് സൗണ്ട് പൊല്യൂഷനാണ്. അടുത്ത വീട്ടുകാരൻ എപ്പോഴും വലിയ ഹൈ വോളിയത്തിൽ റേഡിയോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഉച്ചഭാഷണിയോ ഇല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ സൗണ്ടോ ഇങ്ങനെയുള്ള അടുത്ത വീട്ടിൽ നിന്നും ഭയങ്കരമായി നമുക്ക് ശല്യം വരുന്ന രീതിയിലുള്ള ശബ്ദ മലിനീകരണം, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഇതും ലോക്കൽ ബോഡി സെക്രട്ടറിക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ ഇത് നിങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൊടുക്കാം. ജില്ലാ കളക്ടർക്കും ഒരു പരാതി കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാവുകയും ചെയ്യും. അടുത്ത് ആറാമത്തെ നിങ്ങൾക്കൊരു അയൽക്കാരനെതിരെ പരാതി കൊടുക്കാൻ കഴിയുന്നത് മരക്കൊമ്പ് സംബന്ധിച്ച പ്രശ്നമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ളത്. ഒരു വൃക്ഷത്തിൻ്റെ മരക്കൊമ്പ് നമ്മുടെ വീട്ടിലേക്ക് തള്ളി നിൽക്കുന്നു. അത് എപ്പോഴും പിന്നെ ആ മരക്കൊമ്പ് ചാഞ്ഞു വീഴാം, ഇല്ലെങ്കിൽ മരം തന്നെ വീഴാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ മരക്കൊമ്പിന് വെട്ടിക്കളയുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ മരം തന്നെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. ലോക്കൽ ബോഡിക്ക് തന്നെ നിങ്ങൾ കൊടുത്താൽ മതി. ഭീഷണിയാകുന്ന മരങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കോപ്പി ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, നിങ്ങൾ കൊടുക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ്, പുതിയ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു വലിയ കംപ്ലൈൻ്റാണ് ഈ സ്വകാര്യതയുടെ ലംഘനം. തൊട്ടടുത്തുള്ള വീട്ടിലെ ജനൽ നമ്മുടെ വീട്ടിൻ്റെ സ്വകാര്യത കാണുന്ന തരത്തിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ചേർത്ത്, ശരിക്കും ചുമരിനോട് ചേർത്ത്, നമ്മുടെ കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് ജനൽ വയ്ക്കുകയാണെങ്കിൽ ആ ജനൽ തുറന്നാൽ നമ്മളെ വീട്ടിലെ സ്വകാര്യത കാണാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അതിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അത് ഈ നേരത്തെ ഈ അബട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അബട്ട് ചെയ്യുമ്പോൾ തന്നെ, അതായത് ആ വീടിൻ്റെ മതിൽ നമ്മുടെ മതിലിനോടോ ചേർത്ത് കെട്ടുന്നതിന് നമ്മൾ സമ്മതം കൊടുക്കുന്നതിന് ഈ അബട്ട് ചെയ്യാനുള്ള അനുവാദം. അങ്ങനെയാണെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ടൊന്നും കൊടുക്കാൻ പാടില്ല, അവിടെ വാതിലോ ജനലോ വെക്കാൻ പാടില്ല. പക്ഷെ അതും ലംഘിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പരാതി കൊടുക്കാം. അതുപോലെ ക്യാമറ സ്ഥാപിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അറിയാമല്ലോ, ഈ CCTV ക്യാമറകൾ വ്യാപകമായി വീടുകളിൽ വെച്ചിരിക്കുന്നു. അത് ചില സ്ഥലങ്ങളിൽ മറ്റ് അയൽപ്പക്കത്തെ വീടിന് നേരെ തിരിച്ചു വയ്ക്കും. അതിനകത്ത് നടക്കുന്നതും ഇതിനകത്ത് ഷൂട്ട് ചെയ്യപ്പെടും, റെക്കോർഡ് ചെയ്യപ്പെടും. അത് ഇദ്ദേഹത്തിന് കാണുകയും ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ വീടിനെ ഫോക്കസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ എട്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭീഷണി അല്ലെങ്കിൽ അസഭ്യം പറയുക. അയൽപ്പക്കക്കാരൻ സ്ഥിരമായി മദ്യപിച്ച് വന്നിട്ട് അവിടെ നിന്ന് ചീത്ത വിളിക്കുക. നമ്മളോട് ചീത്ത വിളിക്കുന്നത് മാത്രമല്ല, അയാളുടെ വീട്ടിൽ തന്നെ മറ്റുള്ളവരെ ഉറക്ക ചീത്ത വിളിക്കുക. വീട്ടിലുള്ള ആളുകളെ പോലും നമുക്ക് ദുസ്സഹമാകുന്ന രീതിയിൽ അവിടെ ബഹളം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഭീഷണിപ്പെടുത്തിയാൽ, അസഭ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാം, പരാതി കൊടുക്കാം, പോലീസിൽ കൊടുത്താൽ മതി. ഒൻപതാമത്തെ ഒരു പ്രശ്നം, അയൽക്കാരനെതിരെ പരാതി കൊടുക്കാൻ കഴിയുന്നത് വഴി തടസ്സമാണ്. അതൊരു വലിയ പ്രശ്നമാണ്. അത് പ്രൈവറ്റ് പാത്ത് തടസ്സപ്പെടുത്തിയാലും പബ്ലിക് റോഡ് തടസ്സപ്പെടുത്തിയാലും നമുക്ക് കൊടുക്കാം. വഴി തടസ്സപ്പെടുത്താൻ പാടില്ല. വഴി എന്ന് പറയുന്നത് ഒരു റൈറ്റാണ്. ആ അവകാശം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് RDOക്ക് പെറ്റീഷൻ കൊടുക്കാം. വില്ലേജ് ഓഫീസ് വഴി നിങ്ങൾ റൂട്ട് ചെയ്താലും മതിയാവും. അടുത്തത് 10ാമത്തത് വലിയൊരു കാര്യമാണ്. അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ്. അപകടകരമായ മൃഗങ്ങളെ ആ അടുത്ത വീട്ടുകാരൻ വളർത്തുന്നു. അത് പട്ടി തന്നെ ആയാലും ശരി, മറ്റ് ഏതു തരത്തിലുള്ള മൃഗങ്ങളും തന്നെ അപകടകരമാണ്. അത് ഒരു പക്ഷേ ആ തൊടലിട്ട് കെട്ടിയാലും ചങ്ങലയിട്ട് കെട്ടിയാലും പൊട്ടിച്ചു കൊണ്ടുവന്ന് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. അപകടകരമായ മൃഗങ്ങൾ നമ്മൾക്ക് ശല്യമാകും എന്ന് തോന്നിയാൽ, ശല്യപ്പെടുത്തിയതിന് ശേഷമല്ല അതിനു മുമ്പും നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരികയാണെങ്കിൽ, അതിനൊരു റിയാലിറ്റി ഉണ്ട് എന്ന് മറ്റുള്ളവർ ഓഫീഷ്യൽസ് ഒന്ന് അന്വേഷിച്ചിട്ട് എൻ്റെ റിപ്പോർട്ട് പോകുള്ളൂ. അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നുള്ളതാണ്. 11ാമത്തത് പുക വരുന്നു, അത് അല്ലെങ്കിൽ ദുർഗന്ധം വരുന്നു എന്നുള്ളത് പരാതിക്ക് അടിസ്ഥാനമാക്കാവുന്ന ഒരു കാര്യമാണ്. അത് എന്തെങ്കിലും പ്ലാസ്റ്റിക്കുകളോ അതുപോലെ മറ്റെന്തെങ്കിലും വീട്ടിലെ മറ്റ് സാധനങ്ങൾ നിരന്തരമായി എടുത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ അതിനെതിരെ നിങ്ങൾ പരാതി കൊടുക്കാം. ഒരു ദിവസം കത്തിച്ചാൽ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ദുസ്സഹമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അത് അടയ്ക്കാൻ പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പരാതി കൊടുക്കുക. അതൊന്നും വീട്ടിലിട്ട് കത്തിച്ച് മറ്റൊരുത്തനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ചില അടുത്ത
തൊട്ടടുത്ത് ചില വ്യവസായശാലകൾ, ഫാക്ടറികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയും ഈ മാലിന്യങ്ങൾ കത്തിക്കുന്നത് വഴി പുകയോ ദുർഗന്ധമോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം. അത് ഹോസ്പിറ്റൽ ആണെങ്കിലും ഫാക്ടറീസ് ആണെങ്കിലും നമുക്കിത് ചെയ്യുക. 12ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അനധികൃതമായ വ്യാപാരം നടത്തുക. ദാറ്റ് മീൻസ് നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വീട് വെച്ച് താമസിക്കുകയാണ്. ആ ഏരിയയിൽ ഒരാൾ വന്ന് ഒരു ടീ ഷോപ്പ് തുടങ്ങുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്തരത്തിലുള്ള അനധികൃത വ്യാപാരത്തിന് പെർമിറ്റ് കൊടുക്കാൻ പാടില്ല. മാത്രമല്ല അതിന് ലൈസൻസ് കൊടുക്കാനും പാടില്ല. ലോക്കൽ ബോഡി സെക്രട്ടറിക്കാണ് നിങ്ങളത് പരാതി കൊടുക്കാനുള്ളത്. 13ാമത്തെ കാര്യം, അനധികൃതമായി ആരെങ്കിലും കിണറോ കുഴിയോ മണ്ണെടുപ്പോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അത് തീർച്ചയായും നിങ്ങൾ ചെയ്യുകയും വേണം. ഈ കിണറൊക്കെ കുട്ടികൾ വീഴുന്ന ഒരുപാട് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കിണർ നിർമ്മിക്കുന്നതിന് അനുവാദം വാങ്ങിയാലേ നിർമ്മിക്കാൻ പാടുള്ളൂ. അത് അതിരിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസിൽ നിർമ്മിക്കണം എന്നുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. കുഴിയെടുത്തിട്ട് സ്വന്തം മക്കൾ തന്നെ അതിനകത്ത് വീഴുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിയായി ലോക്കൽ ബോഡിക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഇതിൻ്റെ പെർമിഷൻ തരേണ്ടത് ലോക്കൽ ബോഡി ആണ്. ഇനി 14ാമത്തത് പൊതുശല്യം സംബന്ധിച്ചാണ്. പബ്ലിക് ന്യൂയിസൻസ് ആണ് എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്, പൊതുജീവിതത്തിന് ശല്യമാകുന്നുണ്ടെങ്കിൽ ആ പൊതുശല്യത്തിനെതിരെ നിങ്ങൾക്ക് തീർച്ചയായും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പബ്ലിക് ന്യൂയിസൻസ് എന്ന് പറയും. ഈ ന്യൂയിസൻസിൽ ഒരു പ്രത്യേക ചാപ്റ്റർ തന്നെ ഈ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ ആക്ടിലും പഞ്ചായത്ത് രാജ് ആക്ടിനകത്തും പറഞ്ഞിട്ടുണ്ട്. അതിൽ അവർക്കും പരാതി കൊടുക്കാൻ കഴിയുന്ന വിഷയമാണ്. ഈ പബ്ലിക് ന്യൂസൻസിൻ്റെ ഭാഗത്ത് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് അവർക്ക് തന്നെ കൊടുക്കുകയും ചെയ്യാം. 15ാമത് എന്ന് പറഞ്ഞാൽ മലിനജലം ഒഴുകുന്നതാണ്. സെപ്റ്റിക് ടാങ്കിൽ നിന്നാലും അതുപോലെ വേസ്റ്റ് വാട്ടർ ഉണ്ടാവുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും നമ്മുടെ പറമ്പിലേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതി വരികയോ ചെയ്താൽ, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഒഴുകുന്നു, അതിൻ്റെ ദുർഗന്ധം നമ്മളെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഇങ്ങനെ 15 വിഷയങ്ങളാണ് സാധാരണ നിലയിൽ ഈ നമുക്ക് ആക്ടിലോ റൂൾസിലോ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ശല്യമായാൽ, ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഇത്തരം വിവരങ്ങളെല്ലാം ഈ ചാനലിൽ ഇനിയും ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിൽ നിയമപരമായിട്ടുള്ള സംരക്ഷണം, ഇതെല്ലാം എങ്ങനെ ഉറപ്പുവരുത്താം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ചാനലാണ് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലീഗൽ കൺസൾട്ടേഷൻ്റെ ഭാഗമായി ഇനി ഡിസ്ക്രിപ്ഷനിലും മറ്റും കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദയവായി വിളിക്കരുത്. അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. സമയമനുസരിച്ച് മറുപടി തരാം. ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ കൺസൾട്ടിങ്ങിന് മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി. രാത്രി 7 മണി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ താനും. ഇനി ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഹൈപ്പ് എന്നൊരു ബട്ടണുണ്ട്. അത് ചെയ്താൽ യൂട്യൂബ് ഈ ചാനലിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതിനും കൂടി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാം. ഈ ചാനലിൻ്റെ താഴെയായിട്ട് ഈ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായി ചില പ്രോഡക്റ്റുകൾ യൂട്യൂബ് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഈ ചാനലിൻ്റെ ആ ലിങ്ക് വഴി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പൈസ കൊടുത്ത് നല്ല സാധനങ്ങൾ വാങ്ങാൻ കഴിയും.